സോ ഇന്ന് നമ്മുടെ കോളേജിലൊരു വൻപൻ സംഭവം നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, വഴിയെ ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ നേരെ ഇന്ന് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ആസ് യൂഷ്വൽ കോളേജിൽ ക്ലാസ് പോകാൻ നിൽക്കുന്ന ടൈമിലാണ് നമ്മൾ ഈ ഒരു സംഭവം കാണുന്നത്. എന്തൊരു വെപ്പൺസിൻ്റെ എക്സിബിഷൻ നടക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും ആർക്കും അറിയണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തൊട്ടിട്ട് നല്ല ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ കാര്യം എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഗ്രൗണ്ട് വന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് നമ്മുടെ ചെന്നൈ യൂണിറ്റിലുള്ള NSTക്കാരുടെ മോക്ക് ഡ്രില്ലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. ഈ ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. അതേപോലെയാണ് ഈ പൊടിയൊക്കെ നമ്മുടെ കണ്ണിൽ മൂക്കിലൊക്കെ അടിക്കുക. കുറച്ച് നേരം അങ്ങനെ ഒരേ പാറ്റേണിലായിരുന്നു പോയിക്കൊണ്ടിരിക്കേണ്ടിയിരുന്നത്. ഇവർ വരും, ഇവർ വന്നിട്ട് ഹെലികോപ്റ്ററിൽ കയറിയിട്ട് ഒരു റൗണ്ട് അടിച്ച് വന്നിട്ട് അതിൻ്റെ മേലിൽ നിന്നൊരു കയറ് താഴ്ത്തിക്കിടും. എന്നിട്ട് അവിടുന്ന് തൂങ്ങി പിടിച്ച് നിലത്തേക്ക് എത്തി വീണ്ടും അവരൊരു പാറ്റേണിൽ വന്നിരിക്കും. പിന്നെ അവർ ഇറങ്ങിയിട്ട് എന്തൊക്കെയോ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുക്കും. ഇതായിരുന്നു കുറച്ച് നേരമായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. മേ ബി അവരുടെ എന്തെങ്കിലും ട്രെയിനിങ് എന്തെങ്കിലും ആയിരിക്കും, എനിക്കറിയില്ല. അതങ്ങനെ കുറച്ച് നേരം അങ്ങനെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പിന്നെ അവർക്ക് ലഞ്ചിനുള്ള ടൈം ആയതുകൊണ്ട് അവസാനം എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിക്ക് എടുക്കാനുള്ളൊരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ അവരുടെ ട്രെയിൻഡ് ഡോഗ്സിനൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ലൈക്ക് വായലിങ്ങനെ കെട്ടിയിട്ടൊക്കെ. ആക്ച്വലി നല്ലൊരു രോമാഞ്ചഭരിതമായ ഒരു നിമിഷങ്ങളായിരുന്നു അതൊക്കെ. അങ്ങനെ അവരുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവരുടെ കയ്യിലിരിക്കുന്ന കുപ്പി പോലത്തെ സാധനം കണ്ടോ? ആ സാധനത്തിന്റെ പറഞ്ഞ പേരാണ് ടിയർ ഗ്യാസ്. ഈ സാധനത്തിന്റെ എഫക്റ്റ് എത്രത്തോളാണ് ഈ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ഈ ആസ്മുള്ള ആൾക്കാർക്കൊന്നും അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ജോലിയായിട്ട് നിൽക്കണ്ടായിരുന്നത്. കാരണം ഇതെന്താ സംഭവം, എങ്ങനെ സംഭവം നമുക്ക് അറിയില്ലല്ലോ. അവർ നമ്മളോട് മുന്നോടിയായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അലർജിയോ എന്തെങ്കിലും ആസ്മ പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. എന്നിട്ടാണ് ഇത് അവർ ചെയ്യുന്നത് കേട്ടോ. നമ്മളപ്പോൾ ഡബിൾ ഓക്കെ, എന്തായാലും നമ്മൾ നേരിടാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ആ ഭാരത് മാതാ കി ജയ് എന്നൊക്കെ വിളിച്ചിട്ട് ആ സാധനം ഓപ്പൺ ആക്കിയതേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആരൊക്കെ ഏതൊക്കെ കണ്ടം വഴിയെ പോയതെന്ന് ഒരു പിടുത്തില്ല. ഞാൻ ആദ്യം കണ്ണടച്ചിട്ടേ ഇരുന്നത്. പിന്നെ എല്ലാവരും മോളിരുന്ന് കേട്ടപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് കണ്ടു തുറന്നതാ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഇരിക്കുന്ന കണ്ണൊക്കെ ആ സ്മോക്ക് അടിച്ചപ്പോൾ തന്നെ നേരെ നെറുന്തലേക്ക് കയറിയത്. പിന്നെ കണ്ണൊക്കെ ഒരു രക്ഷയില്ലാത്ത നീറ്റലായിരുന്നു. ഞങ്ങളെ ഫസ്റ്റ് നിവർത്തില്ലാതെ വെള്ളം ഒഴിച്ച് മോത്തി. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ട് അവർ വന്ന് പറഞ്ഞു, നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, വെള്ളം ഒഴിക്കാൻ പാടില്ല, നമ്മൾ തൊടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ നമ്മൾ കാറ്റുണ്ടെങ്കിൽ കാറ്റത്ത് നിന്ന് നിൽക്കുക. അപ്പോൾ മുഖത്തേക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഈ സാധനത്തിൻ്റെ എഫക്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. അതാണ് ചെയ്യേണ്ടത് ആക്ച്വലി. എന്താ ചെയ്യാ? നാട്ടിലെവിടെയാ? പാലക്കാട്. ഇതെന്താ ബോംബാ? ഇതിന് അലർജി എന്തെങ്കിലും ഉണ്ടാക്കുമോ? അപ്പൊ ഞങ്ങൾ ഫുഡ് ടെക്നോളജി MSc MBA ബാക്കിയൊക്കെ MSc ഇപ്പൊ വന്നിട്ടുള്ളൂ. എനിക്ക് അലർജി ഉള്ളതല്ലേ? ആ ശരിയാ, കാറ്റ് കിട്ടുമ്പോ ഒരു സുഖം. ഇതിപ്പോ ട്രെയിനിങ്ങാ? എത്ര ദിവസം എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? നാളെ ഇതുപോലെ ഉണ്ടോ? ഞങ്ങളുടെ മൊത്തം നൈറ്റ് നൈറ്റ് നമുക്ക് തന്നെ വന്ന് കാണാൻ പറ്റുമോ? ഞങ്ങൾ ടോർച്ചടിച്ചോളാം. നമ്മളവര് ക്ഷണിച്ചിരിക്കരുത്.
പെണ്ണിനോട് പറഞ്ഞു നിൽക്കണ്ടെന്ന് നമ്മൾ വിളിച്ച അവള് കടന്നു. അങ്ങനെ അവരോട് കുറേ നേരം സംസാരിച്ച് അവരോടൊപ്പം കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. അതിൽ ആ പച്ച യൂണിഫോം ഇട്ട ആൾക്കാർ എയർഫോഴ്സിലുള്ള ആൾക്കാരാട്ടോ. അവരാണ് ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്നത്. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും നേരിട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കിയിരുന്നു. അങ്ങനെ അവർ തിരിച്ച് അവരുടെ ട്രെയിനിലോട്ട് പോയി. പിന്നെ നമ്മൾ അവിടെ ഒരു വെപ്പൺ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ലൈക്ക് ഇവരുടെ ഈ വാർസിനൊക്കെ യൂസ് ചെയ്യുന്ന വെപ്പൺ, തോക്ക്, പിന്നെ കുറേ ഡിവൈസുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, മെറ്റൽ ഡിറ്റക്ടർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സിബിഷൻ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അങ്ങോട്ടാണ് പോയത്. വലിയൊരു ലൈനാണ്, വലിയൊരു ലൈൻ. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ എക്സിബിഷനൊക്കെ നിർത്തിയിരുന്നു. പിന്നെ നമ്മൾ കൈയും കാലും പിടിച്ച് കയറാൻ പറ്റുമെന്നൊക്കെ നോക്കി. റേഡിയോസും പിന്നെ വെപ്പണും ഒരു വീഡിയോ ഞാൻ ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടെ. അത് ഇനി കഴിയൂല, അത് ഗ്രൂപ്പിൽ അത് ഇവരെന്നെ അറിയിക്കും. ഇപ്പോൾ ഇന്നത്തേക്ക് അപ്പോൾ ഇനി ഇതൊന്നും കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്താണ് അവർ പെട്ടെന്ന് ഓപ്പൺ ആക്കിയിട്ട് ലൈക്ക് അപ്പം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരെ കയറ്റാനുള്ളൊരു ഇത് നോക്കി. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇടിച്ച് തള്ളിയാണ് കയറി. ഞാനും വെറുതെ ഓടിപ്പോയി നോക്കി എങ്ങാനും അവിടെ ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ കുറേ പേര് തിരിച്ചു പോയി, പക്ഷെ കുറച്ച് പേര് മാത്രം അവിടെ നിൽക്കണ്ടായിരുന്നു. അവരെ മാത്രം കയറ്റാനുള്ളതിലാണ് നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കൊണ്ട് ഇടിച്ച് കളിയാണ് കയറി. ഫ്രണ്ട് ഡോറിൽ കൂടെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ജനലിൽ കൂടെ ഒക്കെ പൊത്തി പിടിച്ച് കയറിയിട്ടാണ് അതിലെ ടീമിലുള്ള ആൾക്കാരെ ഉള്ളിൽ കയറിയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഉന്തിയും തള്ളി അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റി. നമ്മളങ്ങോട്ട് കയറിയപ്പോഴത്തേനും എല്ലാം എടുത്ത് വെക്കുകയായിരുന്നു. മോസ്റ്റ് ഓഫ് ദ വെപ്പൺസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നു. പിന്നെ അവിടെയുള്ള വെപ്പൺസിൻ്റെയും കാര്യങ്ങളുടെ ഒന്നും വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് കയറിയപ്പോൾ തന്നെ ഇൻസ്ട്രക്ഷൻ കിട്ടിയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല അതിൻ്റെ. അങ്ങനെ ഉന്തിയും തള്ളിയും അത് മൊത്തം കണ്ടു തീർത്തിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ആൾക്കൂട്ടം കണ്ടു. ലൈക്ക് നോക്കിയപ്പോൾ മറ്റേ ടിയർ ഗ്യാസിന് കുറിച്ച് ചെറിയൊരു ക്ലാസ് പോലെ എടുക്കുന്നു. അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തോ ആദ്യമായി പോലും ചെയ്യേണ്ട പ്രൊട്ടസ്റ്റ് സാധനം ഞങ്ങൾ കണ്ടു. അങ്ങനെ ഒരു NSC ടീം മൊത്തം നമ്മളിവിടുത്തെ മെസ്സിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഇവിടുന്ന് മെസ്സിൽ നിന്ന് അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യും ഈ ഒരു 2 ദിവസം. അങ്ങനെ നമ്മളും നേരെ ഫുഡ്, നമ്മൾ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഇതിരുന്ന് കാണാൻ വന്നേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ക്ലാസ്സിന് പോട്ടെ. ബൈ ഗായ്സ്.